എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷമാണ് കേന്ദ്ര സർക്കാർ പാർലമെന്റിലും രാജ്യസഭയിലും വഖഫ് ഭേദഗതി ബിൽ, അതായത് വഖഫ് അമെൻമെന്റ് ബില്ല് പാസ്സാക്കിയെടുത്തത്. അപ്പോൾ ആ സമയത്ത് കേരളത്തിൽ 20 എംപിമാരും അതിനെതിരെ വോട്ട് ചെയ്തു. ആ ഒരു നിയമം പാസ്സാക്കാതിരിക്കാൻ വേണ്ടി അവർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു. അപ്പോൾ ആ സമയത്താണ് ഏകദേശം 2-2.5 വർഷത്തോളമായി മുനമ്പത്തുകാർ അവരുടെ 400 ഏക്കർ വഖഫ് ബോർഡ് കൊണ്ടുപോകും എന്നതിനെ ചൊല്ലിയിട്ട് അവർ സമരം നടത്തി വരികയായിരുന്നു. അപ്പോൾ അവരെ സംരക്ഷിക്കാൻ ഇവിടെ കേരള സർക്കാരോ ഇവിടെ കോൺഗ്രസോ ഒരാളും തയ്യാറായിരുന്നില്ല. BJP ആണ് അതിന് മുന്നിട്ടിറങ്ങിയിട്ട് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തിട്ട് ഈ ബില്ലങ്ങ് പാസ്സാക്കിയിട്ട് അവർക്കൊരു ഉറപ്പും കൊടുത്തിരുന്നു. അതായത് ഒരു കാരണവശാലും അതായത് മുനമ്പത്തുകാരുടെ 400 ഏക്കർ ഭൂമിയിൽ നിന്ന് നിങ്ങൾ ഇറങ്ങേണ്ടി വരില്ല, നിങ്ങൾക്ക് ഇനി അതിന് കരമടച്ചിട്ട് ടാക്സ് അടച്ചിട്ട് നിങ്ങളെ സ്വന്തമാകും എന്നുള്ളൊരു ഉറപ്പ് BJP ഗവൺമെൻറ് കൊടുത്തിരുന്നു. അപ്പോൾ കേന്ദ്ര മന്ത്രിയായ കിരൺ റിജിജു അടക്കം ഇവിടെ വന്നിട്ട് മുനമ്പത്തുകാരുടെ അടുത്ത് പരസ്യമായിട്ട് അവർക്ക് വാക്ക് കൊടുത്തിരുന്നു. അപ്പോൾ അതിനുശേഷം എന്തൊക്കെയോ സംഭവവികാസങ്ങൾ ഉണ്ടായി. അതായത് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ അപ്പോൾ വലിയ രീതിയിൽ പ്രചരണം ഉണ്ടായി. അതായത് ക്രിസ്ത്യൻ സമൂഹം BJPയോട് എടുക്കുന്നു, മുനമ്പത്തുകാരൊക്കെ BJPക്ക് വോട്ട് ചെയ്യും, അങ്ങനെയുള്ള ഒരു ആംബിയൻസ് ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? നിയമസഭാ ഇലക്ഷനിൽ അവിടെ ടോണി ചമ്മണി എന്ന് പറയുന്ന മുൻ കൊച്ചി കോർപ്പറേഷൻ മേയറാണ് അവിടെ മത്സരിച്ച് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. BJPക്ക് ചില്ലാനും 10,000 വോട്ടുകൾ മാത്രമാണ് അവിടെ മത്സരിച്ച് ആൾക്കാർക്ക് കിട്ടിയത്. അപ്പോൾ തത്വത്തിൽ എന്താ ഉണ്ടായത്? അവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം ഒന്നടങ്കം, കത്തോലിക്കക്കാരെ ഒന്നടങ്കം BJPയെ തേച്ച് വിട്ടു. അതായത് അന്യായ തേപ്പായിരുന്നു BJPക്ക് കൊടുത്തത്. ഈ നിയമസഭാ ഇലക്ഷനിൽ വളരെ ചുരുക്കം വോട്ട് മാത്രമേ ആ മുനമ്പത്തുകാരുടെ മുനമ്പത്ത് നിന്ന് BJP കിട്ടിയുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? അതായത് അവസരം വരുമ്പോൾ, വോട്ട് ചെയ്യാൻ വരുമ്പോൾ ഇവർക്ക് BJPക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി കൈവറക്കുകയാണ്. അതായത് സ്വന്തം കിടപ്പാടം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലായിരുന്നു മുനമ്പംകാർ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അവർക്ക് സന്തോഷിക്കാനും അവർക്ക് എന്താ പറയുക മനസമാധാനത്തോടു കൂടി കിടന്നുറങ്ങാനും ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത് ശരിക്കും BJP സർക്കാരാണ്. അപ്പോൾ അതിൻ്റെ നന്ദി അവർ കാണിക്കാതെ അതിനെതിരെ വോട്ട് ചെയ്ത ഈ ടോണി ചമ്മണിയുടെ കോൺഗ്രസ് പാർട്ടിക്ക് അവർ വോട്ട് ചെയ്തു. അവിടെയാണ് വലിയ രീതിയിലുള്ള എന്താ പറയുക BJP എന്താ ചെയ്യണമെന്നറിയോ? ഇതിൽ നിന്ന് BJP വലിയ രീതിയിൽ പാഠം ഉൾക്കൊണ്ടു. അതായത് ഇവർ എന്ത് പാലും തേനും ഒഴുക്കിയാൽ, അതായത് സ്വർണം കൊണ്ട് പുളിശ്ശേരി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പോലും ഈ കത്തോലിക്കക്കാരും ഇവരൊന്നും BJPക്ക് വോട്ട് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം ഉമീദ് പോർട്ടൽ, അതായത് വഖഫ് പ്രോപ്പർട്ടിക്ക് ഉമീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള അവസാന ദിവസമായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ഈ വഖഫ് മുനമ്പത്തുള്ള ഏകദേശം 420 ഏക്കറോളം ഭൂമി വഖഫ് ഭൂമിയാണെന്ന് കാണിച്ചുള്ള തെളിവടക്കം ഉമീദ് പോർട്ടലിൽ ഈ ഒരു വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം വഖഫ് ബോർഡ് ചെയർമാൻ ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ അവർ ഏകദേശം 95% അവരുടെ വഖഫ് ഭൂമിയാണെന്ന് പറയുന്ന ഭൂമിയുടെ തെളിവുകളും എല്ലാം ഉമീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് കാര്യങ്ങളുടെ കളി നടക്കുന്നത്. ഇനി കേന്ദ്ര സർക്കാർ തീരുമാനിക്കും ഇത് വഖഫിൻ്റെ ഒറിജിനലാണോ, അവരുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ പരിശോധിച്ചിട്ട് തീരുമാനിച്ചിട്ട് അത് വഖഫിന് പതിച്ചു കൊടുത്താൽ എന്താ ഉണ്ടാകുമെന്ന് വെച്ചാൽ അവിടെ ആരാണോ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക അവർ ചിലപ്പോൾ അവരവിടെ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അവർക്ക് കരം കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത്. അതായത് കഴിഞ്ഞ വർഷം വഖഫ് ഭേദഗതി ബില്ല് പാസ്സായതിനു ശേഷം സുപ്രീം കോടതിയിൽ ഒരു സ്റ്റാറ്റസ് കോ നിലനിൽപ്പുണ്ട്. അതായത് സ്റ്റാറ്റസ് കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള അതേ സ്ഥിതി നിലനിൽക്കണം എന്നുള്ള ഒരു വിധി സുപ്രീം കോടതിയുടെ പക്കൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും വഖഫ് ബോർഡ് പറയുന്ന മാതിരി അവർ 400 ഏക്കർ വഖഫിൻ്റേതാണെന്നുള്ള തെളിവുകളെല്ലാം കാണിച്ചു കഴിഞ്ഞാൽ ഇവർ കിടപ്പാടം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. നമുക്കറിയാം കഴിഞ്ഞ വർഷം വഖഫ് ഭേദഗതി ബില്ല് പാസ്സാക്കുമ്പോൾ ഒരുപാട് അമെൻമെൻറ്റ് അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 1972 അവസാനം ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഒരുപാട് അമെൻമെൻറ്റ് ചെയ്തു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്ന് വെച്ചാൽ അതായത് വഖഫ് ബൈ യൂസർ എന്നുള്ള അത് വെച്ചിട്ടാണ് ഇവർ കുറേ കാര്യങ്ങൾ വഖഫിൻ്റെ പേരിൽ അധീനതയിൽ പെടുത്തിയിരിക്കുന്നത്. അത് ഫോർ എക്സാമ്പിൾ, അതായത് ഒരു മുസ്ലിം അല്ലാത്ത ഒരാൾ ഏതെങ്കിലും ഒരു മുസ്ലിമിന് ഏതെങ്കിലും ഒരു ഭൂമി കൊടുത്താലോ ഏതെങ്കിലും ഫ്ലാറ്റോ അങ്ങനെയുള്ള കാര്യം അവരുടെ പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ മതപരമായ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് നിസ്കരിച്ചാൽ മാത്രം മതി, അതായത് വഖഫ് ഭൂമിയായിട്ട് അവർക്ക് പ്രഖ്യാപിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വഖഫ് ബൈ യൂസർ അതൊക്കെ എടുത്തു കളഞ്ഞു. പിന്നെ എന്താ പറയുക, പിന്നൊരു കാര്യം ഒരു അമെൻഡ് ചെയ്തതെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്ക് മാത്രമേ ഇനി വഖഫ് ചെയ്യാൻ പറ്റൂ. അതായത് നേരത്തെയൊക്കെ ഹിന്ദുക്കൾക്കും മറ്റുള്ള ക്രിസ്ത്യാനികൾക്കൊക്കെ വഖഫിനെ ഇത് കൊടുക്കാം, ഭൂമി ഇങ്ങനെ കൊടുക്കാം, പക്ഷേ ഇനി കൊടുക്കാൻ പറ്റില്ല. മുസ്ലിങ്ങൾക്ക് മാത്രമേ വഖഫ് ചെയ്യാൻ പറ്റൂ. അത് മാത്രമല്ല ഒരു ഹിന്ദു ക്രിസ്ത്യാനോ ആണെങ്കിൽ അവർ മുസ്ലിം ആയതിനു ശേഷം 5 വർഷം കഴിയാതെ, അതായത് മിനിമം 5 വർഷങ്ങളും മുസ്ലിമായിട്ട് ഒരു പ്രാക്ടീസ് മുസ്ലിം ആയിരിക്കണം 5 വർഷമെങ്കിലും, എന്നാൽ മാത്രമേ വഖഫിന് ഭൂമി കൊടുക്കാൻ പറ്റൂ. അത്തരത്തിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് അമെൻമെൻറ്റിൽ. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതാണ് ഏറ്റവും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യം, ഒരു അമെൻമെൻറ്റ് എന്ന് പറയുന്നത് ഈ 2 കാര്യങ്ങളാണ്. അപ്പോൾ എന്ത് തന്നെയാലും മുനമ്പംകാരെ സംബന്ധിച്ചിടത്തോളം അവിടെ ശരിക്കും അവിടുത്തെ സാധാരണക്കാർ അവരെ ശരിക്കും പറ്റിക്കപ്പെടുകയായിരുന്നു. ഈ സഭാധ്യക്ഷന്മാരും ഇവിടെ സഭയുടെ മുകളിലിരിക്കുന്ന, അതായത് ഒരു പണിയെടുക്കാതെ ഫോറിൻ ഫണ്ട് വന്ന് ഇങ്ങനെ മദ്യവും ഈ സിനിമയിൽ സോമൻ പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, അത് നേരാ തിരുമേനി, അത് തിരുമേനിയെ കാണുമ്പോൾ ഇങ്ങനെ പുച്ഛമാണ്. ടൊയോട്ട കോണ്ടസ കാറിൽ ഇങ്ങനെ മദ്യം കുടിച്ചിങ്ങനെ നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അത് അത്തരത്തിലുള്ള ആൾക്കാർ സ്വാധീന വലയത്തിൽ പെട്ട് കിടക്കുകയാണ് സാധാരണക്കായ ക്രിസ്ത്യൻ സമൂഹം. പ്രത്യേകിച്ച് മുനമ്പത്ത് മാത്രമല്ല
ഒരു മിക്ക ക്രിസ്ത്യൻ സമൂഹം ഇവരുടെ ആ ഒരു ഇതിൽ പെട്ട് കിടക്കുകയാണ്. അപ്പോൾ അവർ തന്നെയാണ് ബി ജെ പിക്ക് ഒരു കാലത്തും വോട്ട് ചെയ്യരുത്, ബി ജെ പി നാടിന് ആപത്താണെന്ന തരത്തിൽ അവർ വലിയ രീതിയിൽ പ്രചാരണം നടത്തി. ഈ മുനമ്പംകാരുടെ ഇടയിൽ തന്നെ ഇതേ പിതാക്കന്മാരും സഭാധ്യക്ഷന്മാരും ഒക്കെ ചേർന്നിട്ട് തന്മൂലമാണ് ബി ജെ പി വളരെ ദയനീയമായിട്ടാണ് അവിടെ പരാജയപ്പെട്ടത്. വളരെ ചുരുക്കം വോട്ടുകൾ മാത്രമേ അവരുടെ അടുത്ത് കിട്ടിയുള്ളൂ. അപ്പോൾ ഇനി എന്താ ഉണ്ടാകാൻ പോകുന്നത്? അപ്പോൾ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ട സമയം അവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കേന്ദ്ര സർക്കാർ അവർ നടപടി സ്വീകരിക്കും. അതായത് നടപടി സ്വീകരിക്കുന്നത് വെച്ചാൽ ഉമീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്ത് ആ പ്രോപ്പർട്ടിയുടെ വെരിഫിക്കേഷൻ നടത്തുന്ന വെച്ചാൽ അവർ കൊടുത്ത ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ നിയമത്തിൻ്റെ ആ ചട്ടക്കൂടിൽ നിന്നിട്ട് എല്ലാം പരിശോധിച്ചിട്ട് അത് വഖഫിന് പതിച്ചു കൊടുക്കാൻ പോവുകയാണ് കേന്ദ്ര സർക്കാർ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇതൊക്കെ നേരത്തെ ഉള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഉമീദ് പോർട്ടൽ അങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഭാവിയിൽ നടക്കുമെന്ന മുനമ്പംകാർക്ക് അറിയാമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇൻ കേസ് എന്തെങ്കിലും നൂലാമാലകൾ പെട്ടിട്ട് നിങ്ങൾക്ക് കുടിയിറങ്ങപ്പെടേണ്ട ഒരു അവസ്ഥ ഉണ്ടായാൽ ഞങ്ങൾ രക്ഷിക്കുമെന്നുള്ളൊരു വാക്ക് കേന്ദ്ര സർക്കാർ കൊടുത്തിരുന്നു, BJP കൊടുത്തിരുന്നു. അതൊക്കെ കാറ്റിൽ പറത്തിയിട്ടാണ് ഈ നിയമസഭാ ഇലക്ഷനിൽ ഒരു വോട്ട് പോലും ചെയ്യാതെ അടപടലം തേച്ച് വിട്ട് ഈ ക്രിസ്ത്യൻ സമൂഹം BJP. അപ്പോൾ അതിന് നല്ല ചുരുക്കല്ല BJP എന്താ ചെയ്യേണ്ടത്? അതായത് ഇത് കേൾക്കുമ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ഇത് കുറച്ച് ഹാർഡായിട്ട് തോന്നും. അതായത് BJP ഇതിൽ ഇടപെടരുത്, വഖഫ് ഭൂമി അവരെ 400 ഏക്കർ വഖഫ് കൊണ്ടുപോട്ടെ, അവരെ എല്ലാവരും കുടിയിറക്കട്ടെ എന്ന് പറയുമ്പോൾ അത് ശരിക്കും അതൊരു കുറച്ച് കടുങ്കയായി തോന്നാം നിങ്ങൾക്ക്. പക്ഷെ അതുണ്ടല്ലോ, BJP ഇടപെടണമെങ്കിൽ BJP തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഒഫീഷ്യലി അവർ പറഞ്ഞാൽ മാത്രമേ ഇടപെടൂ. അപ്പോൾ ഇത്രയും നാളും പറഞ്ഞ ഈ സഭാധ്യക്ഷന്മാരും ഈ പള്ളിയിലച്ചന്മാരും ഇവരൊക്കെ മാളത്തിൽ വിളിച്ചിരിക്കുകയാണ്. ഒഫീഷ്യലി VD സതീശൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയാണെന്ന്. അപ്പോൾ VD സതീശൻ തന്നെ എന്താ പറഞ്ഞത്? ഭരണം കിട്ടി, ഞങ്ങൾക്ക് ഭരണമില്ലാത്തതുകൊണ്ടാണ്, ഭരണമുണ്ടായ വെറും 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഈ പ്രശ്നം പരിഹരിച്ചു തരുമെന്നാണ് മുനമ്പത്തെ സമരക്കാരോട് അവിടെ വന്ന് പ്രസംഗിച്ചത്. ഇപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രിയാണ്. ഇനി കേരള സമൂഹം, കേരള ജനത കാത്തിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ VD സതീശന് 10 മിനിറ്റ് കൊണ്ട് ഈ മുനമ്പംകാരുടെ പ്രശ്നം തീർത്തു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളിടത്താണ്. എന്ത് തന്നെയാലും ഈ ജൂൺ മാസം തൊട്ടിട്ട് ഉമീദ് പോർട്ടലിലെ കാര്യങ്ങളൊക്കെ വലിയ സ്ക്രൂട്ടനൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയും കോൺഫിഡൻസോട് കൂടി കേരളത്തിലെ വഖഫ് ബോർഡ് നമ്മുടെ മുനമ്പത്തെ 400 ഏക്കർ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് ഉമീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അവരുടെ അതിൻ്റെതായ കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രത്യേകിച്ച് ഈ സംഘപരിവാർ പ്രൊഫൈലിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള ആവശ്യം ഉയരുന്നതെന്നാണ് വെച്ച് കഴിഞ്ഞാൽ BJP ഗാലറിയിൽ നിന്ന് കളി കാണാം. അതായത് VD സതീശനും സഭാധ്യക്ഷന്മാരും പള്ളിയിലച്ചന്മാരൊക്കെ ചേർന്നിട്ട് ഈ മുനമ്പംകാരുടെ ഈ വഖഫ് കൊണ്ടുപോകുന്ന അവരുടെ ഭൂമി കൊണ്ടുപോകാൻ നോക്കുന്ന തടയണം. അതായത് അവർക്ക് അവിടുന്ന് കുടിയിറക്കപ്പെടാതെ സംരക്ഷിക്കേണ്ടത് ഇനി ഇവരാണ്. BJP ഒരു കാരണവശാലും ഈ വിഷയത്തിൽ ഇടപെടരുത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഒരാവശ്യമായിരുന്നു. ശരിയാണ്, BJP ഗാലറിയിൽ നിന്ന് കളിയാനാണെന്ന് വേണ്ടത്. അതായത് ഇവർക്ക് പൊളിറ്റിക്സ് ഇപ്പോൾ സഭാധ്യക്ഷന്മാർക്കും വേറെ ആൾക്കാർക്കും പൊളിറ്റിക്സ് കളിക്കാൻ അറിയെങ്കിൽ BJPക്കും കളിക്കാൻ അറിയാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ദൗർഭാഗ്യകരമായൊരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുനമ്പംകാരുടെ 400 ഏക്കർ ഭൂമി ഇപ്പോൾ ഉമീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്ത സ്ഥിതിക്ക് എന്തായാലും പോകാൻ തന്നെയാണ് സാധ്യത. അത് തടഞ്ഞു നിർത്താനുള്ള കഴിയാൻ പറ്റുന്ന ഒരേ ഒരു ആൾക്കാർ BJP ആണ്, കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ അവരെ നിങ്ങൾ കഴിഞ്ഞ ഇലക്ഷൻ അട്ടപട്ടലം തേച്ച സ്ഥിതിക്ക് ഇനി അവർ ഇതിൽ ഇടപെടാൻ സാധ്യത വളരെ കുറവാണ്. അവർ ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നന്ദി, നമസ്കാരം. ഇവിടെ കാണാം.